കേസ് നടത്തി. ഇവിടെ പുലിപ്പല്ലി കേസിന്റെ അന്വേഷണം എവിടെയായി? പുലി ഏത് പുലിയാണ് മരണപ്പെട്ടതെന്ന് കണ്ടുപിടിക്കാൻ വനംവകുപ്പ് കഴിഞ്ഞിട്ടുണ്ടോ? ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും പുതുതായിട്ട് ഒരാളെ പ്രതി ചേർക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരാളെ കഴിഞ്ഞിട്ടില്ല. ഇവർക്ക് ആർക്കും ആവശ്യം അവരെ അല്ലല്ലോ, വേടനെയാണ്. ഇവിടെ അത് വളരെ വ്യക്തമാണ്. ഇവിടെ കൃത്യമായിട്ട് വേടൻ ഉയർത്തിപ്പിടിച്ച നിലപാടുകളുണ്ട്. അദ്ദേഹം പാട്ട് പാടാൻ കഴിയില്ല, അല്ലെങ്കിൽ അദ്ദേഹം പാട്ട് പാടരുത്, അല്ലെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്തു റാപ്പർ ആവരുത്, അല്ലെങ്കിൽ ഇനി അദ്ദേഹം നിലപാട് പറയരുത്. ഈ ഒരു കാര്യത്തോടു കൂടി അദ്ദേഹത്തെ ഫിനിഷ് ചെയ്യണമെന്നുള്ള ഒരു രീതി. വേടൻ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടോ ഒന്നും ആരും വിധിച്ചിട്ടില്ല. ഇവിടെ കോടതി ഉണ്ടല്ലോ, ഇവിടെ നിയമപീഠമുണ്ടല്ലോ, അവരൊക്കെ ചെയ്യാമല്ലോ കാര്യങ്ങൾ. സോഷ്യൽ മീഡിയ കമന്റുകളിലൊക്കെ എന്തോരം മോശമായിട്ടാണ് വേടനെ കുറിച്ച് കമന്റുകൾ വരുന്നത്. വേടന്റെ അമ്പുകൾ സംഘപരിവാറിന്റെ നെഞ്ചത്തേക്കാണ് എന്ത് ചെയ്യുന്നത്, തറച്ചിരിക്കുന്നത്. അവരുടെ രാഷ്ട്രസങ്കല്പങ്ങൾക്കെതിരായി മാറുന്നു, രാജ്യദ്രോഹമായി മാറുന്നു. അവരെന്ത് ചെയ്യുന്നു? അവരെ സംബന്ധിച്ചിടത്തോളം വേടൻ ഒരു ശത്രുവായി മാറുന്നു. കേരളത്തിൽ ഇത്രയും ആളുകളെ ആകർഷിക്കാൻ, അല്ലെങ്കിൽ യൂത്തിനെ ആകർഷിക്കാൻ മറ്റാർക്കാണ് സാധിക്കുന്നത്? കുറച്ച് നാളുകൾക്ക് മുൻപ് വേടൻ വളരെയധികം ചർച്ചാ വിഷയമായിരുന്നു മാധ്യമങ്ങൾക്കിടയിൽ. ആ ഒരു വ്യക്തിയെ കഞ്ചാവ് കേസിൽ പിടിക്കപ്പെടുകയും അതുപോലെ തന്നെ പുലിപ്പല്ലി കേസിലേക്ക് പിടിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. പിന്നെ കുറച്ച് നാളുകളായിട്ട് വേടനെ കുറിച്ച് യാതൊരു വാർത്തകളും പുറത്തു വരുന്നില്ല. ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിനെതിരെ മറ്റൊരു വാർത്ത കൂടി വന്നിരിക്കുകയാണ്. ഒരു ബലാത്സംഗ കേസാണ് അദ്ദേഹത്തിനെതിരായിട്ട് ഉയർന്നു വന്നിരിക്കുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ ഒരു പെൺകുട്ടിയെ കണ്ടിന്യൂസ് ആയിട്ട്, അല്ലെങ്കിൽ തുടർച്ചയായി 5 തവണയോളം പീഡിപ്പിച്ചു എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇത്രയും വർഷങ്ങളായിട്ടും ഈ പെൺകുട്ടി പറയാതിരുന്നു വേടൻ ഈ ഒരു നിലയിൽ, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊരു പരാതിയുമായി രംഗത്ത് വരുമ്പോൾ അതിന്റെ പുറകിൽ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടാകുമോ? അല്ല, ദുരുദ്ദേശം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ പ്രശ്നമാണ്. ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലൊരു ഇരയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് പരാതിപ്പെടുന്നതിനോ, അല്ലെങ്കിൽ അവരെ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് അവർക്ക് കൃത്യമായ വേദികളിൽ തന്നെ സംസാരിക്കുന്നതിന് നമുക്ക് തടസ്സമില്ല. നമുക്ക് നിയമപ്രകാരമാണ് മുന്നോട്ട് പോകേണ്ടത്. ഇവിടെ പ്രശ്നം അതല്ല. ഇവിടെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ഒരു കാര്യങ്ങൾ, അതായത് വേടൻ്റെ അല്ലെങ്കിൽ വേടൻ ചെയ്ത പ്രവൃത്തികളോ, അല്ലെങ്കിൽ വേടൻ ചെയ്ത ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും ആരും ഇവിടെ ന്യായീകരിക്കേണ്ട. അത് വേടൻ തന്നെയാണ് ന്യായീകരിക്കുകയോ വേണ്ടെന്ന് പറയുന്നത്. ഇവിടെ കൃത്യമായിട്ട് വേടൻ ഉയർത്തിപ്പിടിച്ച നിലപാടുകളുണ്ട്, അല്ലെങ്കിൽ വേടൻ സമൂഹത്തിന് മുൻപാകെ കൊടുത്തിട്ടുള്ള സന്ദേശങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് ചില കോണുകളിൽ, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലേക്ക് ചെന്ന് ആ അമ്പുകളായി തറച്ചിട്ടുണ്ട്. ആ അമ്പുകൾ തറച്ച സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നു, വല്ലാതെ വേദനിക്കുന്നുണ്ട് ആ സ്ഥലങ്ങൾക്ക്. ആ മുറിപ്പാടുകളിൽ നിന്നുയരുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഈ ഒരു ചർച്ചയ്ക്ക് പോലും നമ്മൾ ആധാരമാക്കിയേക്കുന്നത്. ഇവിടെ വേടനെതിരെ പരാതി കൊടുത്തു, വേടനെതിരെ കേസെടുത്തു. ആരാണ് എതിർക്കുന്നത്? ആരും എതിർക്കുന്നില്ല. അപ്പോൾ വേടൻ കോടതിയിലൂടെ എന്ത് ചെയ്യുന്നു, ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നു. അത് ജാമ്യം ലഭിച്ചാൽ വേടൻ എന്ത് ചെയ്യാൻ കഴിയും? അല്ലെങ്കിൽ മുഗൾ കോടതിയിലേക്ക് പോകാം, അതല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ജയിലിലേക്ക് പോകേണ്ടി വരും. കേസിന് എന്ത് ചെയ്യേണ്ടി വരും? ശിക്ഷ അനുഭവിക്കേണ്ടതായി വരും. കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ആർക്കും അതിലെന്തില്ല, തടസ്സമില്ല. അതിപ്പോൾ വേടനായാലും മറ്റൊരാളായാലും അതെന്ത് ചെയ്തേ കഴിയത്തുള്ളൂ, ആ കാര്യങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ. ഇവിടെ പ്രശ്നം എന്താണ്? അപ്പോഴത്തേക്ക് എന്ത് ചെയ്യുകയാണ്, സമൂഹം മൊത്തത്തിൽ കുറേ ആളുകൾ അങ്ങ് ഇറങ്ങിയേക്കുവാണ്. എന്താണ്? ഹേറ്റ് വേടൻ, അല്ലെന്താണ് വേടനെതിരായിട്ടുള്ള വ്യാപകമായിട്ടുള്ള എന്ത് ചെയ്യുന്നു, എവിടേക്കോ മെനഞ്ഞു വെച്ചിരുന്ന, എവിടേക്കോ ഇവിടെ കുറേ സംഘപരിവാർ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലും, അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ അല്ലെങ്കിൽ ചില കേന്ദ്രങ്ങളിലും ഒക്കെ തന്നെ നിർമ്മിച്ചെടുത്ത് വെച്ചിരുന്ന നിർമ്മിത ബുദ്ധിയോടുകൂടിയുള്ള സന്ദേശങ്ങൾ അങ്ങ് പ്രചരിക്കുകയാണ്. ഒരു അവസരം കാത്തിരുന്നത് പോലെയാണ് ഇവർ ഇതൊക്കെ പ്രതികരിക്കുന്നത് എന്നുള്ളത്. അവസരം കാത്തിരുന്നത് മാത്രം കഴിയില്ല. കാര്യം എന്താണ്? കൃത്യമായിട്ട് അവരെന്ത് ചെയ്തു, പ്ലാൻ ചെയ്ത് വെച്ച സാധനങ്ങൾ എന്ത് ചെയ്തു, കൃത്യമായിട്ട് പുറത്തേക്ക് എടുക്കുന്ന രീതിയിലാണ് എന്ത് ചെയ്തേക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം കൂടെ പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഒരു വളരെ, അതായത് സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ഇതങ്ങ് ഇവിടെ ഇരയ്ക്ക് നീതി കൊടുക്കണമെന്ന് പറയുന്നത് ആരും ഇതിനെന്ത് ചെയ്യുന്നില്ല, എതിർക്കുന്നില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു കുറ്റകൃത്യം അത് ആര് ചെയ്താലും എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ, നിയമത്തിന് മുമ്പിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ നിൽക്കാൻ കഴിയത്തുള്ളൂ. അതിനെ ആരും ന്യായീകരിക്കുന്നില്ല. ഇവിടെ എന്ത് ചെയ്യുന്നു, രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്നുള്ള രീതിയിൽ ഇതിനെ ഒരു മുതലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, കുറേ ആളുകൾ അങ്ങ് വളരെ വലിയ രീതിയിലേക്ക് അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്. അതിനെ നമ്മൾ പറഞ്ഞേ മതിയാകത്തുള്ളൂ. അതിനെ നമുക്ക് എതിർക്കാതെ മുമ്പോട്ട് പോകാൻ സാധിക്കുകയില്ല. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വേടനെ ടാർഗറ്റ് ചെയ്ത്, അല്ലെങ്കിൽ വേടന് വേണ്ടി ഒരു അവസരം കാത്തിരുന്നു, അല്ലെങ്കിൽ വേടന് വേണ്ടി ഒരു അവസരം ഉണ്ടാക്കിയെന്ന് നമുക്ക് പറയേണ്ടി വരും. കാര്യം വേടന്റെ ഒരു പാസ്റ്റ് എന്താണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആ ഒരു വ്യക്തിയുടെ പാസ്റ്റിലുണ്ടായിട്ടുള്ള പെൺകുട്ടികളെയൊക്കെ കണ്ടെത്തി അവരിൽ നിന്നും പരാതി നിർബന്ധത്തോടുകൂടി കൊടുത്തതായിരിക്കാമെന്ന് നമുക്ക് ഊഹിച്ചുകൂടെ? തീർച്ചയായിട്ടും ഹർഷ, കേരള ഹൈക്കോടതി അടുത്ത കാലത്തും, അല്ലെങ്കിൽ സുപ്രീം കോടതി വിവിധ വിധികളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഉപരിസമ്മത പ്രകാരമുള്ള ഈ പറയുന്ന സ്നേഹബന്ധങ്ങൾ പിന്നീട് എന്ത് ചെയ്യാൻ കഴിയില്ല, അത് റേപ്പായിട്ടോ മറ്റു കാര്യങ്ങളിലായിട്ട് ചിത്രീകരിക്കാൻ കഴിയില്ല എന്ന് നിരവധി വിധികൾ, ന്യായങ്ങളിലൂടെ നമ്മുടെ മുമ്പിലുണ്ട്. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാൻ കഴിയും, ഏതെങ്കിലും തരത്തിൽ അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ ഭൂതകാലം, അല്ലെങ്കിൽ ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതകാലത്തിൽ എന്ത് സംഭവിച്ചു എന്നൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയാൻ യാതൊരു വിധമായ മാർഗങ്ങളില്ല. അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടത് പോലീസാണ്. അത്തരത്തിൽ എന്താണ്, അതിൽ കൃത്യമായിട്ട് എന്താണ് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കും. ഇവിടെ അതല്ലല്ലോ പ്രശ്നം.
ഇവിടെ എന്താകുന്നു, വേടൻ വേടൻ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യുന്നു, ഇനി എന്തില്ല, അദ്ദേഹം പാട്ട് പാടാൻ കഴിയില്ല, അല്ലെങ്കിൽ അദ്ദേഹം പാട്ട് പാടരുത്, അല്ലെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്തു, റാപ്പർ ആവരുത്, അല്ലെങ്കിൽ ഇനി അദ്ദേഹം നിലപാട് പറയരുത്. ഈ ഒരു കാര്യത്തോടു കൂടി അദ്ദേഹത്തെ ഫിനിഷ് ചെയ്യണമെന്നുള്ള ഒരു രീതി, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു കൃത്യമായ കോണുകളിൽ നിന്ന് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യപ്പെടേണ്ടത്, എതിർക്കേണ്ടത്. കാര്യം നാളെ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ എന്താണ്, ഇവിടെ വേടനെ സംബന്ധിച്ചിടത്തോളം ഒരു കോടതിയും വേടൻ കുറ്റക്കാരനാണെന്നോ അല്ലെങ്കിൽ വേടൻ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നോ ആരും വിധിച്ചിട്ടില്ല. ഇവിടെ കുറ്റാരോപിതൻ മാത്രമാണ് വേടൻ. ഇവിടെ പുലിപ്പല്ല് കേസിലോ അല്ലെങ്കിൽ എന്താണ് കഞ്ചാവ് കേസിലോ ഒന്നും തന്നെ വേടനെ ആരും ശിക്ഷിച്ചിട്ടില്ല. വേടനെ ശിക്ഷിക്കട്ടെ, ഇവിടെ കോടതി ഉണ്ടല്ലോ, കേസ് നടത്തി. ഇവിടെ പുലിപ്പല്ല് കേസിന്റെ അന്വേഷണം എവിടെയായി? ഏത് പുലിയാണ് മരണപ്പെട്ടതെന്ന് കണ്ടുപിടിക്കാൻ വനംവകുപ്പ് കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ എവിടെ നിന്നാണ് വേടന് ഈ പറയുന്ന പുലിപ്പല്ല് ലഭിച്ചതെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും പുതുതായിട്ട് ഒരാളെ പ്രതി ചേർക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരാളെ കഴിഞ്ഞിട്ടില്ല. എന്തൊക്കെ ബഹളമായിരുന്നു പുലിപ്പല്ലുണ്ടാക്കി. അപ്പൊ എല്ലാവരും പറഞ്ഞു, അദ്ദേഹം തന്നെ മൊഴി കൊടുത്തു, അദ്ദേഹത്തിന് എന്താണ് ഒരാൾ ഗിഫ്റ്റായിട്ട് എന്ത് ചെയ്തു, കൊടുത്തതാണ്. സ്വാഭാവികമായിട്ടും ആ കോഴ്സ് ഓഫ് ആക്ഷനിൽ എന്ത് ചെയ്യണം, എവിടെ നിന്നാണ് ആ പുലിപ്പല്ല് ലഭിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എവിടെയാണ്, ഏത് പുലിയാണ് വേട്ടയാടിയത്, ആരാണ് വേട്ടയാടിയത് എന്നൊക്കെ കണ്ടുപിടിക്കണ്ടേ? എന്തെങ്കിലും ഒരടി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇവർക്ക് ആർക്കും ആവശ്യം അവരെ അല്ലല്ലോ, വേടനെയാണ്. അപ്പോൾ ഇവിടെ അത് വളരെ വ്യക്തമാണ്, വേടനെയാണ് ആവശ്യമെന്നുള്ളത് ഇതിൽ നിന്നൊക്കെ വ്യക്തമാണ്. അല്ലായിരുന്നുവെങ്കിൽ എന്ത് ചെയ്തേനെ, ഇപ്പൊ പുലിപ്പല്ല് കേസ് എത്രയോ മുന്നോട്ട് പോയേനെ. അപ്പോൾ ഇവിടെ ഈ ഒരു കേസ് വന്നപ്പോഴേക്കും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, ഓരോരുത്തരുടെ വ്യക്തി ജീവിതം അല്ലെങ്കിൽ അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് എന്ത് ചെയ്യുന്നു, നമ്മളെല്ലാവരും കൂടെ അങ്ങ് ഇടിച്ചു കയറുന്നു. ഇവിടെ കോടതി ഉണ്ടല്ലോ, ഇവിടെ നിയമപീഠമുണ്ടല്ലോ, അവരൊക്കെ ചെയ്യാമല്ലോ കാര്യങ്ങൾ. ഇപ്പോൾ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിരുന്ന സാഹചര്യത്തിൽ നമ്മൾ കണ്ടിരുന്നു പല ഫേമസ് ആയിട്ടുള്ള നടന്മാർക്കെതിരെയും വളരെയധികം ജനപ്രീതി നേടിയിട്ടുള്ള നടന്മാർക്കെതിരെയും ഇതുപോലെയുള്ള പീഡനാരോപണ കേസുകളൊക്കെ ഒരുപാട് വന്നിരുന്നു. പക്ഷെ പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം ഓരോ കേസായി പിൻവലിക്കപ്പെടുകയും അതുപോലെ തന്നെ തേഞ്ഞു മാഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഈ പറയുന്ന നടന്മാരെല്ലാവരും ഇന്നും സിനിമാ ഫീൽഡിൽ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേടനെതിരെ വന്നിട്ടുള്ള ഈ ഒരു പരാതിയും തേഞ്ഞു മാഞ്ഞു പോകാൻ സാധ്യതയുണ്ടോ? തെളിവുകളുടെ അഭാവം അല്ല, അങ്ങനെ നമ്മൾ ഈ ഒരു പ്രാഥമിക ഘട്ടത്തിൽ അങ്ങനെ ഒരു കാര്യം നമ്മൾ പറയുന്നതിനകത്ത് അർത്ഥമില്ല. കാര്യം അതിനെക്കുറിച്ച് പോലീസ് അന്വേഷിക്കട്ടെ, കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഇവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഹർഷയോട് പറഞ്ഞതുപോലെ ഇവിടുത്തെ ഇതിന് മുമ്പ് ആളുകൾ അങ്ങ് ശിക്ഷ വിധിക്കുകയാണല്ലോ. അതെ, പറയുന്ന വേടൻ എന്ന് പറയുന്ന ആളുകളുടെ നമ്മൾ പറയുമല്ലോ, നമ്മുടെ സോഷ്യൽ മീഡിയ കമന്റുകളിലൊക്കെ എന്തോരം മോശമായിട്ടാണ് വേടനെ കുറിച്ച് കമന്റുകൾ വരുന്നത്. അപ്പോൾ ഇവിടെ വേടനെ സംബന്ധിച്ചിടത്തോളം എത്ര ഇവിടെ അങ്ങനെ ഉണ്ടെങ്കിൽ പുറത്ത് വിടട്ടെ. ആരെയാണ് പേടിക്കുന്നത്? ഇവരിപ്പോൾ എന്തോ വലിയ രീതിയിൽ ഇനി വരാൻ പോകുന്നു, മറ്റു കാര്യങ്ങൾ വരുന്നു, അല്ലെങ്കിൽ അതാകുന്നു ഇതാകുന്നു എന്നൊക്കെ പറയുന്നതല്ലാതെ അവർക്ക് തെളിവുകളുണ്ടെങ്കിൽ പുറത്തേക്ക് വിടട്ടെ. അതല്ലേ വേണ്ടത്? ഇവിടെ കൃത്യമായിട്ട് ഈ പറയുന്ന ആരോപണം ഉന്നയിച്ച ഇരയ്ക്ക് നീതി ലഭിക്കണം, അതിൽ ആർക്കും സംശയമില്ല. പക്ഷെ അതിൻ്റെ പേരിൽ നിലപാടുകൾ എന്തില്ല. വേടൻ ഉന്നയിച്ച പ്രശ്നങ്ങൾ എന്താണ്, ആ പ്രശ്നങ്ങൾ ഇവിടെ തുടരുകയാണ്. വേടൻ ഉന്നയിച്ച നിലപാടുകൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ചർച്ച ചെയ്യുകയാണ്. വേടൻ്റെ അമ്പുകൾ സംഘപരിവാറിൻ്റെ നെഞ്ചത്തേക്കാണ് എന്ത് ചെയ്യുന്നത്, തറച്ചിരിക്കുന്നത്. കാര്യം വേടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായ പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ് വേടൻ എന്ത് ചെയ്യുന്നത്, പുറത്തു വിടുന്നത്. അപ്പോൾ അങ്ങനെ പുറത്തു പറയുമ്പോൾ അത് ചിലപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ജാതീയത വളർത്തലാകുന്നു, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യുന്നു, മതവൈര്യങ്ങൾ പറയുന്നതാകുന്നു, അല്ലെങ്കിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രസങ്കല്പങ്ങൾക്കെതിരായി മാറുന്നു, രാജ്യദ്രോഹമായി മാറുന്നു. അവരെന്ത് ചെയ്യുന്നു, അവരെ സംബന്ധിച്ചിടത്തോളം വേടൻ ഒരു ശത്രുവായി മാറുന്നു. സംഘപരിവാർ ബുദ്ധിജീവികളെ സംബന്ധിച്ചിടത്തോളം വേടനെ സംബന്ധിച്ചിടത്തോളം വേടൻ എന്തോ ഒരു എന്ത് ചെയ്യുന്നു ആളുകളെ. പക്ഷെ ഒരു കാര്യം വളരെ റിയാലിറ്റി അല്ലയോ ഹർഷ, ഇത്തരത്തിലൊരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഇത്തരത്തിലൊരാൾ കേരളത്തിൽ ഇത്രയും ആളുകളെ ആകർഷിക്കാൻ അല്ലെങ്കിൽ യൂത്തിനെ ആകർഷിക്കാൻ മറ്റാർക്കാണ് സാധിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ കഴിവിനെ എന്താണ് ഇവരാരും ബഹുമാനിക്കാത്തത്? വേടനെതിരെ എന്തും പറഞ്ഞോ, അല്ലെങ്കിൽ വേടനെ ഏതെങ്കിലും തരത്തിലേക്ക് കുരിശിലേറ്റിക്കോ, പക്ഷേ വേടൻ എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന വിഷയങ്ങളും വേടൻ്റെ കഴിവിനെയും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. കാര്യം വേടൻ പോകുന്നിടത്ത് ആള് കൂടുന്നു. വേടൻ ഇപ്പോൾ എല്ലാ പാർട്ടികളും അല്ലെങ്കിൽ രാഷ്ട്രീയവും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് പ്രത്യേകിച്ച് യൂത്തും അങ്ങനെ പല പ്രായത്തിലുള്ള ആളുകൾ വേടൻ്റെ പിന്നാലെ പോകുന്നു. അത് അദ്ദേഹത്തിന്റെ കഴിവാണ്. സർക്കാരിന് ഭയമാണ് വേടന്റെ ഈ ഒരു വേടൻ ഇപ്പോൾ പറയുന്ന രാഷ്ട്രീയം ചിലപ്പോൾ പല ജനങ്ങൾക്കും തിരിച്ചറിയാതെ വരുന്നൊരു സാഹചര്യമാണ്. പക്ഷേ സർക്കാരിന്റെ ഭയം കൊണ്ട് അവർ ചെയ്യുന്ന പല പ്രവർത്തികളുമാണ് വേടന്റെ രാഷ്ട്രീയം എന്താണെന്ന് സാധാരണ ജനങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും വേടന്റെ രാഷ്ട്രീയം ഇവിടുത്തെ സാധാരണക്കാരനോടൊപ്പമുള്ള അല്ലെങ്കിൽ ജാതീയതമായിട്ടുള്ള ഈ പറയുന്ന ഉച്ചനീതിത്വങ്ങൾ അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയമാണ് വേടൻ പറയുന്നത്. ഇവിടുത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ രാഷ്ട്രീയമാണ് വേടൻ പറയുന്നത്. അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ചൂഷണങ്ങളെക്കുറിച്ചാണ് വേടൻ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന വേടനെ അങ്ങ് എന്താണ് ഈ പറയുന്ന രീതിയിലേക്ക് വായ് പൊത്തി
അങ്ങ് അവരുടെ വിധേയമാക്കാമെന്ന് കരുതുന്നത് ശരിയല്ല. അതിനെതിരായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വരുന്നു. കേസിൻ്റെ വഴിക്ക് പോകട്ടെ. അവർ കുറ്റക്കാരനാണെങ്കിൽ അദ്ദേഹത്തെ ശിക്ഷിക്കട്ടെ. അതിനുശേഷം എന്ത് ചെയ്യാം? അദ്ദേഹത്തെ നമുക്ക് കുറ്റക്കാരൻ എന്ന് വിളിക്കാം. ഇപ്പോൾ അയാൾ കുറ്റാരോപിതൻ മാത്രമാണ്.